ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഞാൻ കുട്ടികളെ തമ്മിൽ എന്ത് രീതിയിൽ വേർതിരിവ് കാണിച്ചു എന്ന് നീ പറയുന്നത്? അങ്ങനെ കാണിക്കാൻ എനിക്കവരെ രണ്ടും രണ്ടല്ല, ഒന്നാ. ആ കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കണം. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എനിക്കിപ്പോഴാ മനസ്സിലായത്. മഹേന്ദ്ര, പഴയതെല്ലാം മറന്ന് നമുക്കത് നാട്ടുകാരെ എല്ലാം വിളിച്ച് ഗംഭീരമായിട്ട് നടത്തണം. ഈ കര അറിയുന്ന ഒരു കല്യാണം, ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുതയും അതോടെ അങ്ങ് അവസാനിക്കട്ടെ. ജാതിയും മതവും നോക്കാതെ നമ്മൾ ഒരുമിച്ച് ബിസിനസ് നടത്തിയത് നീ ഇപ്പോഴും ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോഴാ നിന്നിലുണ്ടായ മാറ്റത്തിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. മഹേന്ദ്ര, ആ ഓർമ്മകളും ആ ബന്ധവും നമുക്കൊന്നുകൂടെ ഒന്ന് പുതുക്കാം. ഡെയ്സി, നിങ്ങളുടെ ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കാതെ ഞാൻ കാട് കയറി പലതും ചെയ്തു. ആ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. ആന്റണിക്ക് നീ എന്താണോ അതുപോലെ തന്നെയായിരിക്കും എനിക്കും നീ. ഞാനും നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എടുത്തുചാട്ടം അതെന്റെ ഒരു ശാപമാണ്. മറന്നേക്ക് നീ. ഇനി നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ഈ ചേട്ടനുണ്ടാകും നിന്റെ കൂടെ. അല്ല, ഈ ചേട്ടന്മാരുണ്ടാകും കൂടെ. അതെ, അങ്ങനെ അങ്ങോട്ട് പറയടാ. അപ്പൊ പിന്നെ മഹേന്ദ്ര, നമ്മളെല്ലാം പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് ഇനിയും ഡെയ്സി ഇവിടെ നിർത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ ചടങ്ങുകൾ പോലെ നടത്തുന്നതല്ലേ നല്ലത്. പിന്നെ വീട്ടിലേക്ക് പോയെന്ന് വെച്ച് ഇവിടേക്ക് വരുന്നതിനോ ശിവനെ കാണാൻ പോകുന്നതിനോ യാതൊരു തടസ്സവും ഡെയ്സിക്ക് അവിടെ ഉണ്ടാവില്ല. ഈ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കരുതല് അത്രമാത്രം കരുതിയാ മതി. യോഹന്നാനെ, ഇനിയിപ്പോ ഇതിന്റെ അപ്പുറം കടന്ന് നീ ചിന്തിച്ചാലും എന്റെ മകൻ കെട്ടിയ താലിയാ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അത് അവിടെ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ഉറപ്പുണ്ട് ഇവള് എന്റെ ശിവന്റെ അരികിൽ തന്നെ വന്നെത്തുന്നു. എത്തിയല്ലോ. അതിന് സമ്മതം തരാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ പോവാ മോളെ. ശിവൻ എന്ന് സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് എത്തുന്നോ അന്ന് നിങ്ങളുടെ കല്യാണം. അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന കൂട്ടുകാരിയല്ല. പിന്നെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയതായിരുന്നോ? തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. കുഞ്ഞെ, ചായ അവിടെ വെച്ചേക്ക്. പപ്പിമോക്ക് നല്ല പനിയാ. ഇന്നലെ രാത്രി മോൾ ഒരുപാട് നേരം കരഞ്ഞിട്ടാ കിടന്നത്. അതിന്റെ ആയിരിക്കും. ശ്യാമയുടെ കയ്യില് പനിയുടെ സിറപ്പൊന്നും ഇരിപ്പില്ലേ? അതൊന്നും കാണാൻ വഴിയില്ല. നെറ്റിയില് തുണി നനച്ച് കിടത്തിയിരിക്കുക.
അമ്മേ, ഈ തുണിയെടുത്ത് കളഞ്ഞേക്ക്. അതവിടെ കിടക്കട്ടെ പപ്പി, എന്നാലേ പനി കുറയൂ. ഉം. മോളെ, വിഷ്ണുവച്ചൻ വന്നു ചേച്ചിയമ്മേ. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് വിഷ്ണുവച്ചൻ പറഞ്ഞാ. വിഷ്ണു അച്ഛൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ചേച്ചിയമ്മെന്ന് കൊണ്ടുപോകും. ആ പക്ഷേ ദേ, ഈ പനിയുടെ മരുന്ന് കുടിക്കണം. ആ, കുടിക്കാം. നല്ല കുട്ടിയായിട്ട് അത് കുടിച്ചിട്ടേ ഇന്ന് പനി കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം. പനി കുറഞ്ഞ അപ്പം നമ്മള് ബീച്ചിൽ പോവും. ദാ ഇന്നലെ രാത്രിയില് കുഞ്ഞേച്ചി അവളെ അത്രയും വഴക്ക് പറഞ്ഞിട്ടാ അവൾക്കിപ്പോ പനി കൂടിയത്. കുഞ്ഞേച്ചി എന്തിനാ എന്റെ മോളോട് മാത്രം ഇത്രയും ദേഷ്യം കാണിച്ചേ? ദേ ഇവള് മാത്രമല്ലല്ലോ ബീച്ചിൽ പോണെന്ന കാര്യം പറഞ്ഞ ആ സത്യം പറഞ്ഞല്ലോ. കുഞ്ഞേച്ചി എന്താ അവളെ വഴക്ക് പറയാഞ്ഞേ? കുട്ടികളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വേർതിരിവാ. ചുമ്മാതല്ല 100 കൂട്ടം പ്രശ്നങ്ങളിൽ കിടന്നിങ്ങനെ നട്ടം തിരിയുന്നേ. ശ്യാമേ, നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് ചെന്നെത്തുന്നത് മറ്റുള്ളവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലാണെന്ന് ഓർക്കണം. അല്ല, ഞാൻ കുട്ടികളെ തമ്മിൽ എന്ത് രീതിയിൽ വേർതിരിവ് കാണിച്ചു എന്ന് നീ പറയുന്നത്? അങ്ങനെ കാണിക്കാൻ എനിക്കവരെ രണ്ടും രണ്ടല്ല, ഒന്നാ. ആ കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കണം. അങ്ങനെ രണ്ടാക്കി വളർത്താൻ എനിക്കിനി താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നിയ അഴിച്ചു വെക്കേണ്ടി വരും പല മാതൃഭാവങ്ങളും. അത് മനസ്സിലാക്കി നിന്നാ നിനക്ക് കൊള്ളാം. ഇന്നലെ ചേച്ചിയമ്മയ്ക്ക് ഒരു മോശം ദിവസമായിരുന്നു മോളെ. അത് മോളോട് അങ്ങനെയൊക്കെ കാണിക്കേണ്ടി വന്ന് ക്ഷമിച്ചോളാം. പനി കുറഞ്ഞാ നമുക്ക് ബീച്ചിൽ പോവാം കേട്ടോ. അതെ, എന്റെ കൊച്ചു ഒരിടത്തേക്കും വരുന്നുമില്ല, അവൾ ഒരിടത്തേക്കും കൊണ്ട് പോവും വേണ്ട.